പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. 15 പ്രതികൾക്ക് തൂക്കുകയർ. ആലപ്പുഴയിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർക്കാണ് വധശിക്ഷ വിധിച്ചത്. രാജ്യത്ത് തന്നെ ഒരാളെ കൊന്ന കേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വധശിക്ഷ വിധിക്കുന്ന കേസാണ് ഇത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും ഒരുമിച്ച് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി കണ്ടെത്തിയ കുറ്റത്തിന് അത്യപൂർവമായ ശിക്ഷാവിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം, കഠിന തടവ്, പിഴ എന്നിവയും വിധിച്ചു. 15 പ്രതികൾക്കും വിവിധ വകുപ്പുകളിലായി പിഴ ശിക്ഷയും കോടതി വിധിച്ചു. പിഴയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ കുടുംബത്തിന് നൽകണം. ഓരോ പ്രതികൾക്കും 8ലധികം വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തമടക്കമുള്ള തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിധി പ്രസ്താവം. അന്വേഷണം പഴുതടച്ചതായിരുന്നുവെന്നും വിധിയിൽ സന്തുഷ്ടയാണെന്നും രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നതടക്കമുള്ള പ്രതിഭാഗം വാദങ്ങളെല്ലാം കോടതി നിരാകരിച്ചു. മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 12 പേരും മുഖ്യ ആസൂത്രകരായ 3 പേരുമാണ് വിചാരണ നേരിട്ടവർ. ആകെയുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 15 പ്രതികളിൽ 12 പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്. എന്നാൽ 15 പേർക്കും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 15 പ്രതികളിൽ 10ാം പ്രതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2021 ഡിസംബർ 19-നാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 24 ആലപ്പുഴ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 21 പേരാണ് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ ഉള്ളത്. ഇവരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ആരുമില്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയോടെ വധശിക്ഷ കാത്തു കഴിയുന്നവരുടെ എണ്ണം 36ആയി. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷ തന്നെ അത്യപൂർവമാണ്. പരമാവധി ജീവപര്യന്തമെന്ന നിലയിലുണ്ടായിരുന്ന വിധിയുടെ ചരിത്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലൂടെ തിരുത്തപ്പെടുന്നത്. ഒരാളെ വധിച്ച കേസിൽ ഇത്രയധികം പേർക്ക് വധശിക്ഷയും നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 9 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അജിത് കുമാർ, അനിൽകുമാർ എന്ന ജാക്കി അനിൽ, നിനോ മാത്യു, ഗിരീഷ്, അനിൽകുമാർ എന്ന കൊളുത്തനിൽ, അരുൺ ശശി, K ജിതകുമാർ, സുധീഷ്, ലാബലു ഹസൻ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്ത് 4 പേരാണ് ജയിലിലുള്ളത്. രാജേന്ദ്രൻ, നരേന്ദ്രകുമാർ, പരിമൾ സാഹു, വിശ്വാനന്ദൻ എന്നിവരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പേരുണ്ട്. ജോമോൻ, അമീറുൽ ഇസ്ലാം, രഞ്ജിത്ത്, സുനിൽകുമാർ, അസഫാഖ് ആലം എന്നിവരാണ് അവിടെയുള്ളത്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ വധശിക്ഷ കാത്ത് 3 പേരുണ്ട്. രാജ്കുമാർ, അബ്ദുൽ നാസർ, തോമസ് ചാക്കോ എന്നിവരാണ് വധശിക്ഷ കാത്ത് അതീവ സുരക്ഷാ ജയിലിലുള്ളത്. കേരളം രൂപീകരിച്ച ശേഷം ആദ്യ വധശിക്ഷ 1958-ലായിരുന്നു നടപ്പിലാക്കിയത്. കേരളത്തിൽ നടന്ന അവസാന വധശിക്ഷ 1991-ലായിരുന്നു. റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത്. ന്യൂസ് ഡെസ്ക് 24. ഇനി അടുത്ത വാർത്തയിലേക്ക്. സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും. നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. ചർച്ചയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സംസ്ഥാനത്തിന് ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് റോജി എം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്.
നോട്ടീസ് നൽകിയതിന് പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണെങ്കിലും സംസ്ഥാനമാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ. 5 വർഷത്തേക്ക് ധനകാര്യ കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന തുക ആദ്യത്തെ 3 വർഷം മേടിച്ചതിന് ശേഷം പറയുകയാണ് 4ാമത്തെ വർഷം നമുക്ക് പൈസ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാളിച്ചുണ്ട്, വീഴ്ചയുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. ദിവസീയ പൂളിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം, ആ വിഹിതം ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ഭരണകക്ഷി MLA മാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കടന്നാക്രമണം. കേന്ദ്ര അവഗണനയല്ല, സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേന്ദ്ര ധനമന്ത്രിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന ധനമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് 31,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. പിന്നെ എങ്ങനെയാണ് 57,000 കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. നിങ്ങൾ വാറ്റിൽ നിന്നും GST-യിലേക്ക് മാറിയപ്പോൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിങ്ങൾ GST-യുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? സംസ്ഥാനം തനത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. കിട്ടേണ്ട പണം വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി ആവർത്തിച്ചു. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നുമല്ല. 2022-23 വർഷം ഡിസംബർ വരെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയത് 1,21,473 കോടിയാണ് സാർ. എന്നാൽ ഈ വർഷം അത് 1,26,182 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച CPIM MLA H. സലാമിന്റെ നടപടി വിവാദത്തിൽ. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് MLAക്ക് തന്നെ കുരുക്കായത്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിനമായ ഇന്നും ഗവർണർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു H. സലാമിന്റെ ചോദ്യം. ഭരണകക്ഷി MLA ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം. അതേസമയം വയനാട് കടുവാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട്. ഹജ്ജ് വിമാനയാത്രാ കൂലി വർധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി V. അബ്ദുറഹ്മാനും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്. ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിവസമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത്. ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി AC മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന M. വിൻസെന്റ് MLAയും പറഞ്ഞു. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് മെയിൻപുരിയിൽ മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് 3 ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്ത്യ സഖ്യത്തിലുള്ള SP കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കുന്നതിന് മുൻപാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് 19 സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 11 സീറ്റ് നൽകാൻ SP തയ്യാറായിരുന്നു. RLDയുമായി നേരത്തെ സമാജ്വാദി പാർട്ടി സീറ്റ് ധാരണയിലെത്തിയിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മനസ്സുകൊണ്ട് സജ്ജമെന്ന് ഡോക്ടർ ശശി തരൂർ MP. തിരുവനന്തപുരത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അത് പ്രചാരണമായി വേണമെങ്കിൽ കാണാമെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ഞാൻ എല്ലാവരും പറയേണ്ടത് നമ്മുടെ പാർട്ടി സംഘടനക്കാരോട് ചോദിക്കൂ. എനിക്കും തോന്നുന്നു പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമ്മൾക്കൊന്നും ശരിക്ക് ഒരു പ്ലാൻ ചെയ്യാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും ഇവിടുത്തെ MP ആയിട്ട് എന്തായാലും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ.
അതുകൊണ്ട് ഞാൻ ജനങ്ങളെ കാണുന്ന ഓരോ ചടങ്ങിരുന്നു, ഓരോ ദിവസം 7-8 ചടങ്ങിൽ പങ്കെടുക്കുന്നു, ജനങ്ങളെ കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു രീതിയിൽ നിങ്ങൾ പ്രചരണമായി കണ്ടോളൂ. പക്ഷെ പ്രചരണമല്ല ഞാൻ എൻ്റെ ജോലി ചെയ്യണം. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ബീഹാർ പര്യടനത്തിൽ ജാതി സെൻസസ് ഉയർത്തി രാഹുൽ ഗാന്ധി. രാജ്യത്താകെ എത്ര OBC-കാരുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരം ലഭിക്കുകയില്ലെന്നും ജാതി സെൻസസ് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് ജാതി സർവേ വേണമെന്ന ആവശ്യമുന്നയിച്ച നിതീഷ് കുമാർ സഖ്യം വിട്ടപ്പോൾ കുടുങ്ങിയെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ബീഹാർ പര്യടനത്തിന് ശേഷം യാത്ര നാളെ ബംഗാളിൽ മടങ്ങിയെത്തും. ബീഹാറിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാന ദിനമായ ഇന്ന് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം. ജാതി സെൻസസ് ആയിരുന്നു മുഖ്യ വിഷയം. ദളിതരുടെയും OBC-കളുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ജനസംഖ്യ നിർണ്ണയിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് രാഹുൽ പൂർണിയയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. मैंने नीतीश जी से साफ कह दिया कि देखिए आपको जाति जनगणना बिहार में करनी पड़ेगी, हम आपको छूट नहीं देंगे. और आरजेडी ने हमने ये काम नीतीश जी पर दबाव डाल के किया. ജാതി സെൻസസ് കാരണമാണ് നിതീഷ് കുമാർ സഖ്യം വിട്ടതെന്നും സാമൂഹ്യനീതിക്കായി ബീഹാറിലെ മഹാസഖ്യം പോരാടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നാളെ ബംഗാളിൽ മടങ്ങിയെത്തുന്ന യാത്രയ്ക്ക് വെല്ലുവിളികൾ ഏറെയാണ്. ബംഗാളിലെ മാൽഡയിലെ ഗസ്റ്റ് ഹൌസിൽ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ തൃണമൂലുമായി തുറന്ന പോരിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാൻ ബംഗാളിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. 24 ഡൽഹി. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കി BJP. 4 ദിവസത്തിനകം മന്ത്രിസഭാ വികസനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് RJD. റെയിൽവേ ജോലി തട്ടിപ്പ് കേസിൽ തേജസ്വി യാദവിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 12-ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും സംബന്ധിച്ച തിരക്കിട്ട ചർച്ചയിലാണ് ബീഹാർ NDA. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന BJP ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ നിതീഷ് കുമാറിന് സമ്മതമല്ല. ആഭ്യന്തര വകുപ്പ് വിട്ടുവീഴ്ച ചെയ്താലും മറ്റ് സുപ്രധാന വകുപ്പുകൾ വിട്ടുനൽകാൻ BJPയും തയ്യാറല്ല. നിതീഷിന് മേൽ കടുത്ത സമ്മർദ്ദമുയർത്താൻ ലക്ഷ്യമിട്ടാണ് സാമ്രാജ് ചൌധരിയെയും വിജയ്കുമാർ സിൻഹയെയും ഉപമുഖ്യമന്ത്രിമാരായി BJP നിശ്ചയിച്ചത് തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചരണയാത്ര നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് RJD. അതേസമയം റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് പിന്നാലെ തേജസ്വി യാദവിനെയും ED ചോദ്യം ചെയ്യുകയാണ്. പട്നയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ദുർബലനായി തിരിച്ചെത്തിയ നിതീഷ് കുമാറിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനാണ് BJPയുടെ നീക്കം. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം നിലവിൽ ലക്ഷ്യം വെച്ചാണ് നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ സഖ്യം മുന്നോട്ടു പോകൂ എന്ന കണക്കുകൂട്ടലിലാണ് അതേസമയം RJD. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പോലീസ് നടപടികളുടെ ദൃശ്യങ്ങൾ ജനങ്ങൾ എടുക്കുന്നത് തടയരുതെന്ന് DGPയുടെ സർക്കുലർ. ദൃശ്യവും ശബ്ദവും ജനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ നിയമമുണ്ട്. പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും നിർദ്ദേശമുണ്ട്. പെരുമാറ്റം പഠിപ്പിക്കാൻ പോലീസുകാർക്ക് ബോധവത്കരണ ക്ലാസുകൾ നൽകാൻ യൂണിറ്റ് മേധാവികൾക്ക് DGP നിർദ്ദേശം നൽകി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് DGPയുടെ സർക്കുലർ. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ പോലീസിന്റെ പെരുമാറ്റത്തിലൊക്കെ വലിയ വിമർശനമൊക്കെ ഉണ്ടായി നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സർക്കുലറിൽ പറയുന്നത് എന്താണ്? അർജുൻ, നമുക്കറിയാം സംസ്ഥാനത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലെങ്കിലും പൊതുജനങ്ങൾക്കടക്കം വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും വിമർശനവും ഒക്കെ ഉണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇവരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലറും ഇറക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം അത് പരാതിയായി ഹൈക്കോടതിയിൽ എത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനെയൊരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഈ സർക്കുലർ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതയും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായും അധിക്ഷേപത്തോടെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ഈ ഉത്തരവിറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി അത് ഇലക്ട്രോണിക് ഡിവൈസിൽ പകർത്തുകയോ അല്ലെങ്കിൽ ആ ശബ്ദ സന്ദേശം പകർത്തുകയോ ചെയ്യാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 33 പ്രകാരം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ
അത് റെക്കോർഡ് ചെയ്താൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണം റെക്കോർഡ് ചെയ്താൽ അത് തടയാൻ പാടില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിൽ ആദ്യം പറയുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് മോശമായി പെരുമാറിയാൽ കർശനമായ അച്ചടക്ക നടപടി എടുക്കും എന്നുള്ളതും ഈ സർക്കുലറിൽ സംസ്ഥാന പോലീസ് മേധാവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മര്യാദ പഠിപ്പിക്കാൻ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകാനും യൂണിറ്റ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുജ, ശരി, പോലീസിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താനുള്ള ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലറാണ് DGP പുറപ്പെടുവിച്ചത്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. അറസ്റ്റ് ഭീഷണിക്ക് പിന്നാലെ ഹേമന്ത് സോറന്റെ തിരക്കിട്ട നീക്കങ്ങൾ. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അറസ്റ്റ് ഉറപ്പായതോടെ ഭാര്യയ്ക്ക് മുഖ്യമന്ത്രി പദം കൈമാറാൻ ഹേമന്ത് സോറന്റെ നീക്കം. ഇന്ന് വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായതായാണ് സൂചന. ഒളിവിൽ തുടർന്നാൽ ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഹേമന്ത് സോറൻ തുടർ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നത്. കാണാനില്ലെന്ന് ED പ്രഖ്യാപിച്ച ഹേമന്ത് സോറൻ റാഞ്ചിയിലെ വസതിയിലാണ് പ്രത്യക്ഷനായത്. തുടർന്നായിരുന്നു MLA-മാരുടെ യോഗം. ഭാര്യ കൽപ്പന സോറനും ഈ യോഗത്തിൽ പങ്കെടുത്തു. തനിക്കെതിരെയുള്ള ED നടപടി സാധ്യതകൾ വിശദീകരിച്ച സോറൻ ഭാര്യ കൽപ്പനയെ നിയമസഭാ കക്ഷി നേതാവായി നിയമിക്കാനുള്ള താൽപര്യവും അറിയിച്ചു. ഘടകകക്ഷികളായി ജാർഖണ്ഡിൽ JMM-നൊപ്പമുള്ളത് കോൺഗ്രസും RJD-യുമാണ്. രണ്ട് പാർട്ടികളുടെയും നേതൃത്വവുമായും ഹേമന്ത് സോറൻ ആശയവിനിമയം നടത്തി. ED-ക്ക് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് ഹേമന്ത് സോറൻ രാജിക്കത്ത് കൈമാറും. പിന്നാലെയാകും കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. നിയമസഭാംഗമല്ലാത്ത കൽപ്പന ഗാണ്ഡേ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഇവിടുത്തെ MLA സർഫറാസ് അഹമ്മദ് കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു. जब माननीय मुख्यमंत्री कल ED को बुलाए 31 को, तो किसके आदेश पे ED समय के पहले माननीय मुख्यमंत्री के दिल्ली के सरकारी निवास पे पहुंचते हैं और ये कहा जाता है कुछ एजेंसियों द्वारा 36 लाख रुपए मिले. JMM സർക്കാർ ഇതിനകം ജാർഖണ്ഡിൽ 4 വർഷത്തെ കാലാവധിയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ വർഷം നവംബറിലാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. 12-നെതിരെ 16 വോട്ടുകൾക്കാണ് BJPയുടെ മനോജ് കുമാർ സോങ്കർ വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അട്ടിമറിയാണ് നടന്നതെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാനും വ്യക്തമാക്കി. ചണ്ഡീഗഡ് 35-അംഗ മുനിസിപ്പൽ കോർപ്പറേഷൻ. AAP കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങൾ, BJPക്ക് 15. മേയർ, ഡെപ്യൂട്ടി മേയർ, സീനിയർ ഡെപ്യൂട്ടി മേയർ എന്നീ 3 ഇടങ്ങളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 8 വോട്ടുകൾ അസാധുവായത് BJPക്ക് അനുകൂലമായി. 12-നെതിരെ 16 വോട്ടുകൾക്ക് BJPയുടെ മനോജ് കുമാർ സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സ് ഒഫീഷ്യോ അംഗമായ കിരൺ ഖേറിന്റെ വോട്ടും BJPക്കായിരുന്നു. AAPയുടെ കുൽദീപ് കുമാറിന് 12 വോട്ടുകൾ ലഭിച്ചു. ചണ്ഡീഗഡിൽ സംഭവിച്ചത് പകൽ വെളിച്ചത്തിലെ ചതിയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. മേയർ തെരഞ്ഞെടുപ്പിൽ BJP ഇത്രയും കളിക്കുമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതറ്റം വരെയും പോകും. तरह से लोकतंत्र के लिए आज काला दिन है. जिस तरह से इन्होंने गुंडागर्दी करके सरेआम बेईमानी करके, और किस्मत से वो उनकी बेईमानी जो है वो वीडियो में कैप्चर हो गई. वो पूरा देश आज सोशल मीडिया के ऊपर और मीडिया के ऊपर देख रहा है कि किस तरह से इन्होंने वोटों की चोरी की है. വിഷയത്തിൽ ഇന്ത്യ മുന്നണി കോടതിയെയും സമീപിച്ചു. കൃത്രിമ വിജയമെന്നാണ് ആരോപണം. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഹർജി നാളെ പരിഗണിക്കും. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. രാജ്ഭവനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണോ ഗവർണർ റോഡിൽ പോയിരുന്നതെന്ന് സീതാറാം യെച്ചൂരി പരിഹസിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. Present governor of Kerala is unfit for his post. Now he has been overstepping the boundaries of constantly and regular political attacks against the government targeting the chief minister. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായുമാണ് പ്രതിഷേധിച്ചതെന്ന് പറഞ്ഞ യെച്ചൂരി ഗവർണർ നടുറോഡിൽ കുത്തിയിരുന്നതിനെ പരിഹസിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സീതാറാം യെച്ചൂരി. The governor is sitting on the road
I was about to ask whether the Raj Bhavan was being renovated, so I had to try to find some place to stay somewhere. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായ അതിക്രമത്തിന് മുതിരുന്നു. ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ സമാധാനപരമായും ജനാധിപത്യപരമായും, അതേസമയം ഗവർണറുടെ CRPF സുരക്ഷാ ക്രമീകരണത്തിൽ അന്തിമ ധാരണയായി. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ CRPF നിർവഹിക്കും. രാജ്ഭവന്റെ അകത്തും CRPF സുരക്ഷയൊരുക്കും. പ്രവേശന കവാടത്തിൽ പോലീസിനായിരിക്കും സുരക്ഷാ ചുമതല. സംസ്ഥാന പോലീസാകും യാത്രാ റൂട്ട് തീരുമാനിക്കുക. വാഹന വ്യൂഹത്തിൽ CRPF സാന്നിധ്യവും ഉറപ്പാക്കും. 24 തിരുവനന്തപുരം. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 3 CRPF ജവാന്മാർക്ക് വീരമൃത്യു, 14 പേർക്ക് പരുക്കേറ്റു. ബീജാപ്പൂർ സുക്മ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, വീണ്ടും മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ വാർത്ത വരുന്നു, വിശദാംശങ്ങൾ എന്ത്? അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സുക്മ ബിജാപ്പൂർ മേഖലയോട് ചേർന്നിട്ടുള്ള തെങ്കൽഗുഡയും ഗ്രാമത്തിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു തെരച്ചിലിടയിലാണ് ഈ അപ്രതീക്ഷിത ആക്രമണം മാവോയിസ്റ്റുകാർ നടത്തിയത്. ഇതിൽ 3 ജവാന്മാർ വീരമൃത്യു വരിച്ചു, 14 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കൂടുതൽ സംഘം എത്തി ഈ മേഖലയിൽ തെരച്ചിൽ, മാവോയിസ്റ്റുകൾക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ CRPF ജവാന്മാർക്ക് നേരെയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. ഈ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം മാവോയിസ്റ്റ് ആക്രമണങ്ങൾ CRPF ജവാന്മാർക്ക് നേരെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു തിരച്ചിൽ, ഒരു പരിശോധനയ്ക്കിടയിലാണ് ഇത്തരമൊരു അപ്രതീക്ഷിത ആക്രമണം ഉച്ചയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം, 3 ജവാന്മാർക്ക് വീരമൃത്യു, 14 CRPF ജവാന്മാർക്ക് പരുക്ക്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്, കാലങ്ങളോളം നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.